തിരുവിതാംകൂർ മഹാരാജാവായ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1739 മുതൽ 1741 ജൂലൈ 31 വരെ നീണ്ടുനിന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേരളം ചെറു രാജ്യങ്ങളുടെ ഒരു ശേഖരമായിരുന്നു. 1730കളിലാണ് തിരുവിതാംകൂറിന്റെ പുതിയ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ വിപുലീകരണ നയം സ്വീകരിച്ചത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് ഭീഷണിയായി മലബാറിലെ നിരവധി ചെറിയ രാജ്യങ്ങൾ മാർത്താണ്ഡവർമ്മ കീഴടക്കി. മാർത്താണ്ഡവർമ്മയ്ക്കും അദ്ദേഹത്തിന്റെ സാമന്തന്മാർക്കും ഡച്ചുകാർ കീഴടക്കിയ സംസ്ഥാനങ്ങളുമായി നേരത്തെ ഉണ്ടാക്കിയ കരാറുകൾ പാലിക്കുന്നതിൽ വലിയ താൽപ്പര്യമില്ലായിരുന്നു എന്നതാണ് കാരണം. ശ്രീലങ്കയിലുള്ള ഡച്ച് ഗവർണറായ ഗുസ്താഫ് ഇംഹോഫ് കൊച്ചി സന്ദർശിച്ച് മലബാറിലെ ഡച്ച് വ്യാപാരം സംരക്ഷിക്കാൻ സൈനിക നടപടിക്ക് ശുപാർശ ചെയ്തു. കൊല്ലം, കൊച്ചി, കായംകുളം തുടങ്ങിയ തിരുവിതാംകൂറിന്റെ അയൽ രാജ്യങ്ങളുമായി ഒരു സൈനിക സഖ്യമുണ്ടാക്കി. സംഘർഷം ഒഴിവാക്കാനുള്ള അവസാന ശ്രമമായി ഇംഹോഫ് നയതന്ത്രം ഉപയോഗിച്ചു. സമാധാന ചർച്ചകൾക്കായി മാർത്താണ്ഡവർമ്മയുമായി വ്യക്തിപരമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്നുള്ള യോഗത്തിൽ തിരുവിതാംകൂർ വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ യുദ്ധമുണ്ടാകുമെന്ന് ഇംഹോഫ് ഭീഷണിപ്പെടുത്തി. എന്നാൽ മാർത്താണ്ഡവർമ്മ ഈ ഭീഷണികളെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഡച്ചുകാർ ഈ യുദ്ധത്തിൽ തോറ്റാൽ നെതർലാൻഡും യൂറോപ്പും ഒരു ദിവസം മത്സ്യബന്ധന ബോട്ടുകളുമായി ഞാൻ ആക്രമിക്കും. ചർച്ചകൾ തകർന്നു. ഒടുവിൽ യുദ്ധം യാഥാർത്ഥ്യമായി. 1739 അവസാനത്തോടെ മലബാറിലെ ഡച്ച് സൈന്യം സിലോണിൽ നിന്നുള്ള പട്ടാളക്കാരെ വിന്യസിച്ച് തിരുവിതാംകൂറിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഡച്ച് സൈന്യവും അവരുടെ സഖ്യകക്ഷികളും നിരവധി വിജയങ്ങൾ നേടി. കൊല്ലത്തുള്ള തിരുവിതാംകൂർ സൈന്യത്തെ പിൻവാങ്ങാൻ നിർബന്ധിതരായി. പല സ്ഥലങ്ങളിലും ഡച്ചുകാർ വളരെയധികം മുന്നേറിക്കഴിഞ്ഞിരുന്നു. തിരുവിതാംകൂർ പിൻവാങ്ങൽ മുതലെടുത്ത് സംയുക്ത ഡച്ച് സൈന്യം ആറ്റിങ്ങലിലേക്ക് നീങ്ങി. തിരുവിതാംകൂർ സേനയുടെ അപകടകരമായ സാഹചര്യം ഡച്ചുകാർ മുതലെടുക്കുകയായിരുന്നു. പക്ഷേ അതിനായി ഇന്തോനേഷ്യയിലെയും ശ്രീലങ്കയിലെയും അവരുടെ താവളത്തിൽ നിന്ന് കൂടുതൽ സൈനികരെ ആവശ്യമായിരുന്നു. ശ്രീലങ്കയിൽ നിന്നുള്ള സൈന്യമെത്തി. തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായ പത്മനാഭപുരം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഡച്ചുകാർ കുളച്ചൽ കൈവശപ്പെടുത്താൻ പദ്ധതിയിട്ടു. ഈ ഡച്ച് സേനയുടെ വരവ് കുളച്ചൽ യുദ്ധത്തിൽ കലാശിച്ചു. ഇതിനെ പ്രതിരോധിക്കാനായി മാർത്താണ്ഡവർമ്മ 2000 സേനയെ കുളച്ചലിലേക്ക് അയച്ചു. എന്നാൽ അന്ന് തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്നത് നായർ പടയായതിനാലും നായർ പടയ്ക്ക് കടലും കടൽ കടന്നുള്ള യുദ്ധങ്ങളും നിഷിദ്ധമായിരുന്നതിനാലും കടലോരത്തെ തദ്ദേശവാസികളായ കടൽപ്പണിക്കാരുടെ സഹായം യുദ്ധത്തിനായി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തേടുകയുണ്ടായി. കൊളച്ചലിൽ വച്ചു നടന്ന ആ ചരിത്ര പ്രസിദ്ധമായ യുദ്ധത്തിൽ കടലോര തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ തിരുവിതാംകൂർ സൈന്യം വീരോചിതമായി പോരാടി. ഡച്ചു സൈന്യത്തിലെ നിരവധി പേർ മരിച്ചു വീണു. ബാക്കിയുള്ളവർ കോട്ടയിലേക്ക് പിൻവാങ്ങി. എന്നാൽ തിരുവിതാംകൂർ സൈന്യം കോട്ടയും തകർക്കാൻ തുടങ്ങിയതോടെ യുദ്ധസാമഗ്രികളും മുറിവേറ്റ് കിടന്നവരെയും ഉപേക്ഷിച്ച ഡച്ചുകാർ താവളമായി കപ്പലുകളെ ആശ്രയിക്കേണ്ടി വന്നു. എന്നാൽ 1741 ജൂലൈ 31 ഡച്ചു സൈന്യത്തിന്റെ പീരങ്കികളും യുദ്ധസാമഗ്രികളും തിരുവിതാംകൂർ സൈന്യം കൈക്കലാക്കി. കടലിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്ന കടൽപ്പണിക്കാർ കടലിൽ മുങ്ങിച്ചെന്ന് ഡച്ചു പട്ടാളത്തിന്റെ കപ്പലുകളിൽ ദ്വാരമുണ്ടാക്കുകയും പീരങ്കികളും വഹിച്ചു നടന്ന ഡച്ചു കപ്പലുകളെ കടലിൽ മുക്കുകയും ചെയ്തു. തിരുവിതാംകൂർ സൈന്യം തൊടുത്തുവിട്ട പീരങ്കിപ്പന്ത് ഡച്ച് പട്ടാളത്തിനുള്ളിലെ വെടിമരുന്നിന്റെ ബാരലിലേക്ക് വീഴുകയും അവരുടെ മൊത്തം ആഹാര സാധനങ്ങൾ നശിക്കപ്പെടുകയും ചെയ്തു. ഡച്ചു കപ്പിത്താനായ ഡിലനോയ് ഉൾപ്പെടെ 24 ഡച്ചുകാർ പിടിയിലായി. ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യാപാര മോഹങ്ങൾക്കേറ്റ കനത്ത പ്രഹരമായിരുന്നു ഇത്. കേരളത്തിലെ സൈനിക ശക്തിയെ കുറച്ചു കണ്ട ഈ സന്ദർഭത്തിനു ശേഷം അവർ ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പ് നടത്തിയിട്ടില്ല. അവരുടെ ഏക ശക്തി കേന്ദ്രമായ കൊച്ചിയിലേക്ക് അവർ മടങ്ങി. മാർത്താണ്ഡവർമ്മയെ സംബന്ധിച്ചിടത്തോളം കുളച്ചൽ യുദ്ധം ഒരു നിർണായക സംഭവമായിരുന്നു. തിരുവിതാംകൂറിന്റെ വളർച്ചയിൽ ഈ യുദ്ധം നിർണായകമായ പങ്ക് വഹിച്ചു. പിന്നീട് കായംകുളം രാജ്യത്തിന്റെ കീഴടങ്ങലിനും ഈ യുദ്ധം സഹായകമായി. ഈ യുദ്ധത്തിൽ തടവിൽ പിടിക്കപ്പെട്ട ഡിലനോയ് തിരുവിതാംകൂർ സൈന്യത്തിന് ആവശ്യമായ പരിശീലനം നൽകുന്നതിന് മാർത്താണ്ഡവർമ്മയെ സഹായിച്ചു. ഒരു വിദേശ ശക്തിക്ക് ഏഷ്യയുടെ മണ്ണിൽ ഒരു പ്രാദേശിക ഭരണാധികാരിയോട് തോറ്റ് പിൻവാങ്ങേണ്ടി വന്ന ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത്. ഡച്ചുകാർ കീഴടങ്ങിയ തീയതിയിൽ വ്യത്യാസമുണ്ടെങ്കിലും 1741 ജൂലൈ 31 1741 ഓഗസ്റ്റ് 10 ആകാം അവർ കീഴടങ്ങിയത്.